ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂർ നടന്നപ്പോൾ അവിടെ ഒരു നാടകം, ഒരു അല്പവസ്ത്രധാരിയായ ഒരു അഭിനേത്രിയുടെ വക ഒരു വൺ മാൻ ഷോ അവിടെ അരങ്ങേറി. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എല്ലാ ചാനലുകളും, എല്ലാ സോഷ്യൽ മീഡിയയിലെ എല്ലാ ഹാൻഡിലുകളും, മിക്കവാറുമുള്ള എല്ലാ ഹാൻഡിലുകളും ഒക്കെ അതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. കാരണം ഡിവൈഎഫ്ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലേ, CPM-ൻ്റെ യുവജന സംഘടന ഡിവൈഎഫ്ഐയുടെ വേദിയിൽ തന്നെ ഇത്തരമൊരു പുഷ്പൻ്റെയും സഖാവ് കൊടിയുടെ ബാലകൃഷ്ണൻ്റെയൊക്കെ ചിത്രം വെച്ചിട്ട് ഇത്തരമൊരു പരിപാടി അവിടെ വേണമായിരുന്നു എന്ന് ചോദിച്ചത് വിമർശനം. പക്ഷേ അവർ പറയുന്നത് ഇതല്ല, ഇത് പഴയ മിസ തടവുകാരിയുടെ ഒരു കഥയാണ് എന്നൊക്കെ പറഞ്ഞ് ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നുണ്ട്. കഥ അതാണ്, ഇതാണ് നായിക. പക്ഷേ കണ്ണുകൊണ്ട് കാണുന്നവർക്ക് എന്തെങ്കിലും തോന്നിയാൽ നമുക്കതിനെ പിടിച്ചു കെട്ടാൻ പറ്റില്ല. കണ്ണുകൊണ്ട് കാണുമ്പോൾ ഡിവൈഎഫ്ഐയിലെ കുട്ടികളുടെ സമ്മേളന വേദിയിൽ ഇത്തരമൊരു നൃത്തം അല്ലെങ്കിൽ ഇത്തരമൊരു രംഗം കാണുമ്പോൾ അതിനെതിരെ ആരെങ്കിലുമൊക്കെ അറിയാതെ പ്രതികരിച്ചു പോയാൽ അതിനെ വാമൂടി കെട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോട് കൂച്ചുവലം കിട്ടുന്നതിന് പോലെയാണ്. നിങ്ങൾക്ക് എന്തും ചെയ്യാം, ബാക്കിയുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എല്ലാം നിങ്ങളോട് ചോദിച്ചിട്ട് ചെയ്യാവൂ എന്നൊക്കെ പറയുന്നതൊന്നും ശരിയല്ല. പക്ഷേ ഇത് പ്രതികരിച്ചതിലൊരാൾ KP ശശികല ടീച്ചറാണ്. ടീച്ചർ കൃത്യമായിട്ട് ഉള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട് അല്ലേ ഹരീഷ്? ശരിക്കും എന്തൊക്കെയാണ് ആ സംഭവവികാസങ്ങൾ? ടീച്ചർ എന്തൊക്കെയാണ് മറുപടി കൊടുത്തത്? ടീച്ചർ കുറിക്ക് കൊള്ളുന്ന രീതിയിലുള്ള മറുപടിയാണ് കൊടുത്തത്. ടീച്ചറിൻ്റെ ഒരു അടിയന്തരാവസ്ഥ സമയത്ത് എന്തായിരുന്നു ടീച്ചറിൻ്റെ അനുഭവം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ആ മറുപടി പറയുന്നതിന് മുന്നേ ഈ അടിയന്തരാവസ്ഥ സമയത്തെ സൂചിപ്പിക്കുവാനോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു നാടകം നടത്തുന്നതൊന്നും പുതിയ കാര്യമല്ല. ആ കാലഘട്ടത്തിൽ തന്നെ നിരവധി നാടകങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ അടിയന്തരാവസ്ഥയെ പിന്തുണച്ചുകൊണ്ട് പിന്നീട് വോട്ട് ചെയ്ത മലയാളികളാണ് നമ്മൾ. ആ അടിയന്തരാവസ്ഥ ആരാണോ നടത്തിയത് അവർക്ക് വേണ്ടി വോട്ട് ചെയ്ത് അവർക്ക് വൻ ഭൂരിപക്ഷത്തിൽ നമ്മൾ പറഞ്ഞയക്കുകയും ചെയ്തു. അപ്പം അവർ ഇത്തരത്തിലൊരു സമരം നടത്തുന്നു, ഇടതുപക്ഷം ഒരു നാടകം നടത്തുന്നു. ആ നാടകത്തിൽ ശരിയാണ്, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദ്രോഹപ്രവർത്തികൾ പലരെയും നഗ്നമായി നിർത്തിക്കൊണ്ട് നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ അജിത അടക്കമുള്ള നക്സലുകൾക്ക് നേരെ. പക്ഷേ അതിൽ കെ വേണു ചേട്ടൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആരായിരുന്നു അടിയന്തരാവസ്ഥയിൽ ഏറ്റവും ശക്തമായി പ്രതികരിച്ചതെന്ന്. അടിയന്തരാവസ്ഥയിൽ ഏറ്റവും ശക്തമായി പ്രതികരിച്ചത് നക്സലുകളും RSSും നക്സലുകളുമാണ് ഏറ്റവും ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഈ CPM അടക്കമുള്ള സംഘടനകൾ പലപ്പോഴും ഇതിൽ നിന്ന് തെന്നിമാറി. EMS പോലും ഭയപ്പെട്ട് മാറി നിൽക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിമുഖം ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അത് ഏഷ്യാനെറ്റ് എന്തോ കൊടുത്ത അഭിമുഖം. അതായത് വളരെ ശക്തമായി വളരെ കൃത്യമായി ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് ഭാരതത്തിലെമ്പാടും ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾക്ക് ഒത്തുതീർന്നുകൊണ്ട് പ്രക്ഷോഭം നയിച്ചത് RSSും അതോടൊപ്പം തന്നെ ജനസംഘവും ഉൾപ്പെടെയുള്ള സംഘടനകളാണ്. ജനതാ പാർട്ടി അടക്കമുള്ള സംഘടനകളാണ്. ശേഷമാണ് ജനതാ പാർട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രീതിയിൽ വലിയ ശക്തമായ പ്രക്ഷോഭം നയിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചൊരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനം എങ്ങനെയായിരുന്നു എന്നതിൻ്റെ ഒരു ചെറിയ ചുരുക്കമാണ് ടീച്ചർ അവിടെ പറയുന്നത്. ടീച്ചർ പറയുന്നത് ഇങ്ങനെയാണ്: 1977 അടിയന്തരാവസ്ഥ പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ, അവർ തോറ്റു തുന്നം പാടിയപ്പോൾ, അത് ആ വാർത്ത റേഡിയോയിലൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ തുള്ളിച്ചാടുകയായിരുന്നു ടീച്ചർ. അതിനുവേണ്ടി നിരന്തരം സംഘർഷം നടത്തിയിരുന്ന സംഘത്തിൻ്റെ ലഘുലേഖകളടക്കം വായിച്ചുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് ആകൃഷ്ടയാകുന്നതെന്നാണ്. അതായത് ജനാധിപത്യത്തിനെ തുരങ്കം വയ്ക്കുന്ന തരത്തിൽ അതിരൂക്ഷമായി ഭരണഘടനയുടെ 42-ാം അനുച്ഛേദമൊക്കെയുണ്ട്. ആ 42-ാം അനുച്ഛേദത്തിൽ ഇന്ത്യയുടെ എല്ലാ കോണുകളിലുമുള്ള രാഷ്ട്രീയത്തെയും അടിച്ചമർത്തി വയ്ക്കുകയും, അതായത് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അധികാരാവകാശങ്ങളെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്തു. ഒരൊറ്റ കോളാണ്. അന്ന് അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റ് കുളിമുറിയിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഓടിപ്പടച്ച് വന്ന് ഫോൺ എടുത്തിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടിയന്തരാവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് അടിയന്തരാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായ രീതിയിലുള്ള ഒരു പിന്തുണയോട് അല്ലെങ്കിൽ ഭൂരിപക്ഷമോ ഒന്നും വേണ്ട. ഇന്ന് 2/3 മെജോറിറ്റിയിൽ പാസ്സാക്കണം അടിയന്തരാവസ്ഥ വേണമെങ്കിൽ. അതും ആംസ് റിബലിയൻ ഉണ്ടായാൽ മാത്രമേ, അതായത് ഇൻറ്റേർണൽ എമർജൻസി ചെയ്യണമെങ്കിൽ ആംസ് റിബലിയൻ ഉണ്ടാകണം. അതല്ലെങ്കിൽ എക്സ്റ്റേണൽ, അതായത് ഒരു വാർ എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമേ അല്ലെങ്കിൽ എമർജൻസി പ്രഖ്യാപിക്കാൻ പറ്റുകയുള്ളൂ. ആ വളരെ കൃത്യമായ രീതിയിൽ തൊട്ടടുത്ത് വന്ന മൊറാർജി സർക്കാരിന് അങ്ങനെ ഒരു തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ട് പ്രചോദനം നൽകിയതും സംഘമടക്കമുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രക്ഷോഭങ്ങളായിരുന്നു. അതാണ് ടീച്ചർ അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നിങ്ങളിൽ നിന്ന് ഈ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ഒരു കാര്യമില്ല. അതോടൊപ്പം തന്നെ ടീച്ചർ പറയുന്ന ഒരു വളരെ, നിങ്ങളുടെ ടീച്ചർ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട, മയക്കുമരുന്നടക്കം വിപണനം ചെയ്തുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്തിനാണ് രാഷ്ട്രീയ
സ്വയംസേവക സംഘത്തിന് എന്നാണ്. അതിന് വേണ്ടിയിട്ട് എനിക്കതൊന്നും ചെയ്യുവാനൊന്നും കഴിയില്ല എന്നാണ് ടീച്ചർ പറഞ്ഞത്. ടീച്ചർ പ്രതികരണം നടത്തുവാനും മറുപടി കൊടുക്കാനും നമുക്കറിയാമല്ലോ, ടീച്ചർ അത്ര ക്ലാസിക് ആയിരിക്കും മറുപടി കൊടുക്കുന്നത്, വായടഞ്ഞു പോകുന്ന രീതിയിൽ തന്നെ. ഇനി ഒരു ഇടതുപക്ഷത്തിൻ്റെ സഖാക്കന്മാർക്കും, കാരണം അത്രമേൽ ഭാരതത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് ശശികല ടീച്ചർ. എപ്പോഴും ഇത്തരം DYFI ആയാലും CPM ആയാലും SFI അവിടെ നിൽക്കട്ടെ, ഈ സംഘടനകളുടെയൊക്കെ ഒരു പ്രധാന എതിരാളി, അവർ അറ്റാക്ക് ചെയ്യുന്നത്, അവർ ഗൺ പോയിന്റിൽ എപ്പോഴും അവർ നിർത്തുന്നത് സംഘപരിവാറിനെയാണ്. ശശികല ടീച്ചർ, RV ബാബു, അതുപോലുള്ള ചില, അല്ലാതെ രാജീവ് ചന്ദ്രശേഖരനെയോ എസ് സുരേഷിനെയോ ഒന്നുമല്ല. അതൊന്നും അവർക്ക് പൊളിറ്റിക്കലി ഒരു പ്രതിയോഗികളല്ല. ശരിക്കും CPM-ലെ ഇടത് പ്രസ്ഥാനങ്ങളുടെയൊക്കെ പ്രതിയോഗികൾ ഇതുപോലെ സംഘ പ്രസ്ഥാനങ്ങളിലും ഹിന്ദു ഐക്യവേദിയിലൊക്കെ ഉള്ളവരാണ്. പക്ഷെ അവരെ കടുത്ത രീതിയിൽ, വളരെ ശക്തമായ രീതിയിൽ പ്രതിരോധിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഈ സംഘത്തിൻ്റെ നേതാക്കളും. അത് നമ്മൾ അവരുടെ ഭാഷയിൽ നിന്ന് കാണാം. ശരിക്കും ഈ രാഷ്ട്രീയ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്ന BJP ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പിന്തുണയോ സഹായമോ, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഒരു ചെറു വിരലനക്ക്, TJ മോഹൻദാസിൻ്റെ കാര്യം നമ്മൾ കണ്ടതാണ് അല്ലേ? TJ മോഹൻദാസ് എല്ലാവരും തള്ളി പറഞ്ഞതാണ് അല്ലേ? ഒടുവിൽ അദ്ദേഹത്തെ തോളിലെടുത്തുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാനിടയായി. BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം അദ്ദേഹത്തിനോടൊപ്പം രാവിലെ മുതൽ രാത്രി വരെയുള്ള ഓരോ എപ്പിസോഡായിട്ട് റീൽസ് ഇടുന്നു. അപ്പോൾ തുടക്കത്തിലൊക്കെ ഒരു അവഗണനയാണ്. അത് കഴിഞ്ഞ് അവരെന്തെങ്കിലും ഒക്കെ ആണ് എന്ന് ഒരു വെളിപാടുണ്ടാകുമ്പോൾ പിന്നെ ഇവരുടെ പ്രധാന ആരാധനാ പാത്രം ഈ സംഘപരിവാറുകാരും അല്ലെങ്കിൽ നമ്മുടെ വിശ്വ പരിഷത്തുകാരൊക്കെയാണ്. അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത് ശരിക്കും ഇടതുപക്ഷത്തിൻ്റെ ശരിക്കുള്ള എതിരാളികൾ ഈ സംഘപരിവാറും ഹിന്ദു പരിഷത്തുമൊക്കെ അല്ലേ? അല്ല, അവർ പൊതുവിൽ ഇത്തരത്തിൽ പ്ലെയിനായിട്ട് സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പം സംഘത്തോടൊപ്പം അനുഭാവ വൃന്ദത്തിൽ നിൽക്കുന്ന വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെയൊക്കെ ചുമതലയിലുള്ള ആൾക്കാർ അവർ പ്രതികരിക്കുന്ന സമയത്ത് അവർക്കെതിരെ തിരിച്ച് പ്രതികരിക്കാറുണ്ട്. അപ്പോൾ BJP-യും അവർക്കെതിരെ ശക്തമായ പ്രതികരണങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പം ആ ഒരു ഘട്ടത്തിലാണെങ്കിൽ ചിലപ്പോൾ അവരോടായിരിക്കും പറയുന്നത്. പ്രത്യേകിച്ചും ഇത് രാഷ്ട്രീയമല്ലല്ലോ, സാംസ്കാരികമായി കൂടി വരുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയം കൂടിയാണ്, പക്ഷേ എങ്കിലും സാംസ്കാരിക തലത്തിൽ കൂടി നമുക്ക് മറുപടി പറയാൻ സാഹചര്യമുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെയാണ് സംഘത്തിൻ്റെ വിവിധ ക്ഷേത്ര പ്രസ്ഥാനമായ ഹിന്ദു ഐക്യവേദിയിലെ രക്ഷാധികാരിയായിട്ടുള്ള ശശികല ടീച്ചർ അതിനെതിരെ പ്രതികരണം നടത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു വളരെ ശക്തമായൊരു പ്രതികരണം ഉണ്ടായപ്പോൾ അവർക്ക് നേരെ ഉണ്ടായി. BJP-യുടെ നേതാക്കന്മാരാണ് അതിവിടെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർക്ക് നേരെ ആയിരിക്കും അത് തിരിയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ശശികല ടീച്ചറാണ്. വളരെ കൃത്യമായ പ്രതികരണം തന്നെയായിരുന്നു കാര്യം. കാരണം ഭാരതത്തിൻ്റെ സംസ്കാരത്തിനെതിരെ ഇത്തരത്തിലുള്ള ആൾക്കാർ, ഇപ്പം നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൻ്റെ സംസ്കൃതി നിലനിൽക്കുന്നിടത്തോളം സമയം ഇവർക്കൊന്നും തന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ജനങ്ങൾ സാംസ്കാരികമായി ബോധവാന്മാരാണെങ്കിൽ ആ രാജ്യത്തിനെ ഒന്നുകൊണ്ടും അടിച്ചമർത്തുവാൻ പറ്റില്ല. സാംസ്കാരികമായ ബോധ്യമില്ലാത്ത ജനതയെയാണ് ഏതെങ്കിലും ഒരു രാജ്യത്തിനോ അല്ലെങ്കിൽ മതത്തിനോ കടന്നാക്രമിക്കുവാൻ കഴിയുന്നത്. ജനങ്ങൾ സാംസ്കാരികമായി ബോധവാന്മാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീകരവാദ ആശയത്തിനും അവരെ സ്വാധീനിക്കാൻ, ഇത് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ കൂടിയുള്ള ഒരു കാര്യമാണ്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് എന്തുകൊണ്ടാണ് ഇവർ വന്ദേമാതരത്തെ എതിർക്കുന്നത്? വന്ദേമാതരത്തെ എതിർക്കുന്നതിന് വളരെ വ്യക്തമായ കാര്യമുണ്ട്. അതായത് ഈ രാജ്യം അതിൻ്റെ സ്വത്വത്തെ തിരഞ്ഞു പോയ ഒരു സമയമുണ്ട്, 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം. അതിന് മുന്നേയും നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യ സമര സേനാനികളില്ലാത്തത് കൊണ്ടല്ല. സുരേന്ദ്രനാഥ് ബാനർജി ഉണ്ടായിരുന്നു, ദാദാബായ് നവറോജി ഉണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള വിവിധ നേതാക്കന്മാരുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ ബീജാവാപത്തിന് തന്നെ കാരണമായ തിയറി നമ്മൾ എന്താണ് പറയുന്നത്? സേഫ്റ്റി വാൽവ് തിയറിയുടെ അടിസ്ഥാനത്തിലാണ് അലൻ ഒക്ടേവിയസ് ഹ്യൂം അഥവാ AO ഹ്യൂം കോൺഗ്രസ്സിന് ജന്മം നൽകുന്നത്. അതായത് രാജ്യത്തിലെ യുവത എപ്പോഴെങ്കിലും തങ്ങൾക്ക് നേരെ തിരിഞ്ഞാൽ അവർക്ക് പ്രവർത്തിക്കുവാൻ ഏതെങ്കിലും ഒരു സംഘടന വേണം. അത് ഒരു രീതിയിൽ പുറത്തേക്ക് നമ്മളിപ്പം എങ്ങനെയാണ് ഒരു വാൽവ് എന്തിനാണ് വയ്ക്കുന്നത്? പൊട്ടിത്തെറിക്കാതിരിക്കുകയാണ് വാൽവ് വയ്ക്കുന്നത്. ആ വാൽവ് വഴി ഈ പ്രതിരോധം ചോർന്നു പോകാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് യഥാർത്ഥത്തിൽ 1885-ലെ കോൺഗ്രസ്. ഈ കോൺഗ്രസ് എന്നു മുതലാണ് ദേശീയധാരയിലേക്ക് വരുന്നത്? അത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുണ്ടാകുന്ന സ്വദേശി പ്രസ്ഥാനം. അതെന്തു പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്? ഗംഗയിൽ മുങ്ങി രാഖി ബന്ധിച്ച് വന്ദേമാതരം ആലപിച്ച് ഒരു കൂട്ടം മനുഷ്യർ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അടിവെച്ച് നടക്കുകയായിരുന്നു. അത്
ഭാരതത്തിൻ്റെ സ്വത്വം മനസ്സിലാക്കിയ മനുഷ്യരാണ്. അതോട് ചേർന്ന് എന്തൊക്കെയാണ് നമ്മൾ ആവിഷ്കരിച്ചത്? ശിവാജി ഉത്സവം, ഗണേശോത്സവം. ഭാരതത്തിൻ്റെ സംസ്കാരത്തിലേക്ക് തിരിയുന്ന മനുഷ്യരുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ആ ബാലഗംഗാധര തിലകൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ സമരങ്ങളൊക്കെ നടന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭാരതത്തിൻ്റെ സ്വത്വത്തെ തിരികെ പിടിക്കുകയും ആ സ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീടുണ്ടായ സ്വാതന്ത്ര്യ സമരത്തെ ക്രോഡീകരിക്കപ്പെടുകയും ചെയ്തത്. അത്തരത്തിലുള്ള മനുഷ്യരാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചതും. അതല്ലാതെ ബ്രിട്ടൻ്റെ പിന്നിൽ തലചൊറിഞ്ഞു നിൽക്കുന്ന ആൾക്കാരല്ല. ഈ തലചൊറിഞ്ഞു നിൽക്കുന്ന ആൾക്കാർ ഗണത്തിൽപ്പെട്ടതായിരുന്നു, വളരെ ദുഃഖത്തോടെ പറയട്ടെ, പഴയ കോൺഗ്രസ് നേതൃത്വം. അതായത് ബ്രിട്ടൻ ഇവിടെ നിലനിൽക്കണം ആഗ്രഹിച്ച ആൾക്കാരുണ്ടായിരുന്നു. സുരേന്ദ്രനാഥ് ബാനർജി പോലുള്ള ആൾക്കാർ. ഇപ്പോൾ ബ്രിട്ടൻ ഇവിടെ നിന്ന് പോകാൻ പാടില്ല. ഭാരതത്തിൻ്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര നമ്മളെ തിരിഞ്ഞുകുത്തും. എന്തുകൊണ്ട് അവർ സൂറത്ത് സ്പ്ലിറ്റിലേക്ക് 1907 2 ഭാഗമായിട്ട് കോൺഗ്രസ് പിരിയുന്നുണ്ട്, എക്സ്ട്രീമിസ്റ്റും മോഡേണിസ്റ്റും എന്ന് പറഞ്ഞിട്ട്? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അതായത് ബ്രിട്ടൻ തങ്ങളെ ആക്രമിക്കുമെന്ന് ഭയന്നിട്ടാണ് ഈ മോഡറേറ്റ്സുകൾ എക്സ്ട്രീമിസ്റ്റുകൾക്ക് നേരെ തിരിയുന്നത്. പിന്നീടാണ് ബാലഗംഗാധര തിലകൻ മാനലയിൽ അറസ്റ്റിലാകുന്നത്. അവിടെ വെച്ച് അദ്ദേഹം മാപ്പെഴുതിയൊക്കെ കൊടുക്കുന്നുണ്ട്. തിരിച്ച് വീണ്ടും സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരുന്നുണ്ട്. ഞാനിത് സവർക്കറിൻ്റെ കൂടെ ചേർത്ത് സൂചിപ്പിച്ചത്. അദ്ദേഹം മാപ്പെഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. മാപ്പെഴുതിയിട്ട് വീണ്ടും തിരിച്ച് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരുന്നുണ്ട്. മാപ്പ് എന്നല്ല, അത് മേഴ്സി പെറ്റീഷനാണ്. യഥാർത്ഥത്തിൽ നമ്മളെ ഒരു ദയാഹർജിയാണ്. അതായത് നമ്മൾ പ്രസിഡൻറ്റിനൊക്കെ കൊടുക്കുന്ന ദയാഹർജി. അന്ന് ഭാരതം ഭരിക്കുന്നത് ബ്രിട്ടൻ ആയതുകൊണ്ട് ദയാഹർജിക്ക് അപേക്ഷിക്കും, വീണ്ടും തിരിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഭാരതത്തെ അട്ടിമറിക്കുവാൻ ഇവർ സദാശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ മോഡേണിസ്റ്റുകൾ. അപ്പോൾ അവരുടെ സമരം യഥാർത്ഥത്തിൽ ബ്രിട്ടൻ്റെ പിന്നിൽ തലചൊറിഞ്ഞ് എന്തെങ്കിലും ഒന്ന് തരണേ, ഭിക്ഷ യാചിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അങ്ങ് ചെയ്തിരുന്നത്. അത് വളരെ നമുക്കത് ബ്രിട്ടീഷ് മെൻഡിക്കൻസി, ഒരു ബ്രിട്ടൻ്റെ നയാവായ്പിന് കീഴിലായിരുന്നു. അവരുടെ പ്രവർത്തനത്തെ കുറച്ച് കാണുകയല്ല, ഒരു നാഷണൽ കോൺഷ്യൻസസ്, ജനത്തിന് അകത്ത് രാജ്യബോധം ഉണ്ടാക്കുവാൻ അവരുടെ പ്രവർത്തനങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതിനപ്പുറം ഉള്ള കാര്യങ്ങളിലൊക്കെയും വന്ദേമാതരമാണ്. അപ്പോൾ അങ്ങനെ വന്ദേമാതരം സാംസ്കാരികമായി ജനതയെ ഒന്നാക്കുന്നു എന്ന തോന്നലിൽ നിന്നാണ് ഇവർ വന്ദേമാതരത്തെ തീർക്കുന്നത്. ദേശീയ സംസ്കാരം മനുഷ്യരെ ഒന്നാക്കി നിർത്തുന്നു. ആ ദേശീയ സംസ്കാരം നിലനിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തങ്ങൾക്ക് അധികാരം കീഴടക്കുവാൻ കഴിയില്ല, ഭാരതത്തെ വിഘടിപ്പിക്കുവാൻ കഴിയില്ല എന്നതിൻ്റെ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ വന്ദേമാതരത്തെ എതിർക്കുന്നതിൻ്റെ പിന്നിലെ കാരണം. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവർ നിരന്തരം, അങ്ങ് നേരത്തെ സൂചിപ്പിച്ചില്ല, എന്തുകൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെയും അതിൻ്റെ അനുബന്ധ പ്രസ്ഥാനങ്ങളെയും കടന്നാക്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഈ രാഷ്ട്രത്തിൻ്റെ സാംസ്കാരിക ധാരയെ ഇവിടെ നിലനിർത്തുവാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. കാരണം ഒരു കാരണവശാലും രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് സംഘത്തിൻ്റെ ബീജാപാപത്തിന് കൃത്യമായ ഒരു കാരണമായിട്ട് മാറിയിട്ടുള്ളത്. അതായത് സംഘം തുടങ്ങുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു കാരണവശാലും ഭാരതത്തിന് ലഭിച്ച സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, ഇനി ഒരു അധിനിവേശ ശക്തി ഞങ്ങളെ ഭരിക്കുവാൻ പാടില്ല, ഇതാണ് ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ്, അതായത് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനേക്കാൾ ഉപരി ഇതായിരുന്നു ലക്ഷ്യം. അതുകൊണ്ടാണ് പിന്നീട് ഇവർക്കൊന്നും ഭാരതത്തെ വിഘടിപ്പിക്കുവാൻ കഴിയാത്തത്. ഒരു വിഘടനത്തോടു കൂടി അവിടെ വച്ച് സ്റ്റോപ്പാണ്, ഇനിയൊന്നും സാധിക്കില്ല. ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ അവർക്ക് പൊള്ളും. ഈ അടിയന്തരാവസ്ഥയോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അവരുടെ ലക്ഷ്യം നടപ്പിലാക്കിയെടുക്കുക. ഇവരുടെ തന്നെ നേതാക്കന്മാർ അവരുടെ ആത്മകഥകളിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഭാരതത്തെ അട്ടിമറിക്കാൻ അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന്. അടിയന്തരാവസ്ഥയിൽ അതിനപ്പുറം ഭാരതത്തെ അട്ടിമറിക്കുവാനാണ്. നെഹ്റുവിനെയൊക്കെ ജയിലിലാക്കിയിട്ട്, ഇപ്പം ജനാധിപത്യം നെഹ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന ആൾക്കാർ, നെഹ്റുവിനെ പിടിച്ച് തടങ്കലിലാക്കിയതിന് ശേഷം പാർലമെൻറ്റ് പിടിച്ചെടുക്കുവാൻ ഇവർക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഇവരിൽപ്പെട്ട ആൾക്കാർ സ്റ്റാലിനെ പോയി കണ്ടിരുന്നു. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, ഇവരുടെ തന്നെ നേതാവായ MV രാഘവൻ്റെ ആത്മകഥയായ ഒരു ജന്മത്തിൽ തന്നെ അത് വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. അത് തന്നെ നിങ്ങൾ പുറത്തുനിന്ന് പോയ ഇൻ്റർനാഷണൽ ഹിസ്റ്റോറിയൻസിനെ ഒന്നും വായിക്കാൻ പോകണ്ട. ഒരു കാലത്തിൽ മാടയിലെ മാടൻ എന്നല്ലേ അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ആത്മകഥയിലുണ്ട്. നികേഷ് കുമാറിന് ചിലപ്പോൾ ആ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ പുസ്തകം വായിക്കുന്ന ശീലമുള്ള ആൾക്കും അത് മനസ്സിലാവുകയും ചെയ്യും. ഇതാണ് എൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം.